ഒരു വീട് പണിയുന്ന ഒരാൾക്ക് അത്യാവശ്യം ഇതിന് ഏകദേശം എത്രയൊക്കെ ചെലവ് വരും എന്ന് ഈ പ്ലാനൊക്കെ വരച്ച് കൈ കിട്ടുമ്പോൾ തന്നെ ഒരു ബോധ്യം വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ വീടിന് നമ്മൾ 207, 120 സൈസിലുള്ള കട്ടിലാണ് വെച്ചിരിക്കുന്നത്. അതിന് തന്നെ 9 ഇഞ്ച് വീതിയും 3 ഇഞ്ച് കനവുമുള്ള ഉരുപ്പടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 9 ഇഞ്ച് വീതിയുള്ള കട്ടിൽ വെച്ചാണ് നമ്മൾ പണിയുന്നതെങ്കിൽ നമുക്ക് പണി തീരുമ്പോൾ ഭിത്തി വണ്ണത്തിനനുസരിച്ച് കട്ടില നിൽക്കുകയും ചെയ്യും, കാഴ്ചയ്ക്ക് വളരെ ഭംഗി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ആ 2 സൈഡിലെയും തേപ്പുകൾ കഴിയുമ്പോൾ ഈ കാണുന്നത് പോലെ ഉൾവശം അതിൻ്റെ തീറായിട്ട് കട്ടിലയുടെ നിരപ്പിന് തന്നെ തേപ്പ് കഴിയുമ്പോൾ ലെവലായിട്ട് നിൽക്കും. അതുപോലെ ഫ്രണ്ട് വശവും മുൻവശവും നമുക്ക് ഈ തേപ്പ് കഴിയുമ്പോൾ കട്ടിലയുടെ അതേ വീതിക്ക് തന്നെ ഭിത്തി വണ്ണം നിൽക്കും. അപ്പോൾ 2 സൈഡിലും പ്ലാസ്റ്റർ ചെയ്യാനുള്ള കനം കിട്ടുകയും നമുക്ക് പിന്നീട് പാനലിംഗ് ചെയ്ത് മനോഹരവുമാക്കും. ഇപ്പം ആഞ്ഞിലി കൊണ്ടാണ് ഫ്രണ്ട് കട്ടിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് പിന്നീട് തേക്കിൻ്റെ പലകകൾ കൊണ്ട് 1/2 ഇഞ്ചിൻ്റെ പലകകൾ കൊണ്ട് പൊതിഞ്ഞ് തേക്കിൻ്റെ ഡിസൈനിലേക്ക് മാറ്റുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ കട്ടിലേക്ക് 9.4 ഒരു കട്ടിലാണെങ്കിൽ 13 രൂപ മുതൽ 17 രൂപ വരെ വരും. ആ ഒരു റേറ്റിലാണ് നമ്മൾ ഈ കട്ടില പണി തീർന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 3 പാളിയുടെ ഫ്രഞ്ച് വിൻഡോയാണ്. അപ്പോൾ അതിന് 240 സെൻറ്റിമീറ്റർ വീതിയും 180 സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന രീതിയിലാണ് ആ ഫ്രഞ്ച് വിൻഡോ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ലീവിങ്ങിലേക്ക് വെട്ടവും വെളിച്ചവും കയറുകയും ചെയ്യും. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വളരെയധികം ഭംഗിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രഞ്ച് വിൻഡോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഫ്രഞ്ച് വിൻഡോയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പണി ഇത് 5 ഇഞ്ച് 3 ഇഞ്ച് ആണ് ഉരുപ്പടിയുടെ കനം നമ്മൾ വെച്ചിരിക്കുന്നത്. അത് ഉടമസ്ഥൻ്റെ ഇഷ്ടത്തിനും സാമ്പത്തികത്തിനും അനുസരിച്ച് നമുക്ക് ഏത് അളവിൽ വേണമെങ്കിലും അറുത്ത് നമുക്ക് പണിയാവുന്നതാണ്. നമ്മൾ ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് 5.3 ആണ്. അപ്പോൾ ഏകദേശം ഈ ഒരു ജനലിന് വരുന്നൊരു ചിലവെന്ന് പറയുന്നത് ഒരു 14 രൂപയ്ക്കും 17 രൂപയ്ക്കും ഇടയിലായിരിക്കും അതിൻ്റെ ചിലവുകൾ വരിക. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് ചിലപ്പോൾ സംശയം പ്രേക്ഷകർക്ക് തോന്നാം. അപ്പോൾ നമുക്ക് അതിന് ഉപയോഗിക്കുന്ന ഉരുപ്പടി അത് ചിലപ്പോൾ നമുക്ക് 2 ഇഞ്ച് 4 ഇഞ്ച് 2 ഇഞ്ച് പോലെ 4 ഇഞ്ച് 2 ഇഞ്ച് 4.25 2.25 5 3 അങ്ങനെ വ്യത്യസ്തമായ അളവുകളിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അതിലേത് വേണം എന്നുള്ളതനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് തടിയുടെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ പട്ടയം കമ്പി ഇടാം, അതുപോലെ തന്നെ റൗണ്ട് പൈപ്പുകളിടാം, സ്റ്റീലിൻ്റെ പൈപ്പുകളിടാം, സ്ക്വയർ പൈപ്പുകളിടാം. അങ്ങനെ ഏത് വേണമെന്നുള്ള ഇടുന്നതനുസരിച്ചായിരിക്കും നമുക്ക് അതിനകത്തേക്ക് വരുന്ന സാമ്പത്തികം കൂടിയും കുറഞ്ഞിരിക്കുക. അപ്പോൾ ഏകദേശം ഫ്രണ്ട് കട്ടിലെയും നമ്മളുടെ ഫ്രഞ്ച് വിൻഡോയുമാണ് നമ്മളുടെ ലീവിങ്ങിലേക്ക് എപ്പോഴും വരുന്നത്. അപ്പോൾ ആ 2 കട്ടിലുകളുടെയും വിലകൾ നമ്മൾക്ക് ഏകദേശം ആയിട്ടുണ്ട്. ബെഡ്റൂമുകളിലേക്കൊക്കെ വെക്കുന്ന 3 പാളി ജനലുകൾ നമ്മൾ കൊടുക്കുന്നത് ഇത് 180 സെൻറ്റിമീറ്റർ വീതിയും 140 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് ഈ 3 പാളി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മുറിക്കകത്തേക്കുള്ള വെട്ടം വെളിച്ചമൊക്കെ കിട്ടുകയും ചെയ്യും, എന്നാൽ കാഴ്ചയ്ക്ക് ഭംഗി കാണും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉരുപ്പടികൾ നമ്മൾ വെച്ചിരിക്കുന്നത് മുൻപ് ഫ്രഞ്ച് വിൻഡോയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ 5 ഇഞ്ച് വീതിയും 3 ഇഞ്ച് കനവുമുള്ള ഉരുപ്പടികളാണ് നമ്മൾ ഇതിൻ്റെ ഫ്രെയിമുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്രെയിം പണി തീരുമ്പോൾ ഏകദേശം അതിന് 8 രൂപയ്ക്ക് ഇടയ്ക്കും 13 രൂപയ്ക്ക് ഇടയ്ക്കും ചിലവ് വരും നമുക്ക് ആ ഒരു 3 പാളി സ്റ്റീലിൻ്റെ കമ്പിയിട്ട് വരുമ്പോഴത്തേക്കും. പട്ടയം കമ്പിയാണെങ്കിലോ ഇരുമ്പിൻ്റെ സ്ക്വയർ കമ്പിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ചിലവുകൾ താഴത്തേക്ക് കുറയ്ക്കാം. അതുപോലെ ഉരുപ്പടികളുടെ കനം വീതിയും കനവും കുറയ്ക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് താഴത്തേക്ക് കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് വരികയാണെങ്കിൽ കിച്ചണിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്നത് 2 പാളിയുടെ ജനലുകളാണ്. 2 പാളിയുടെ ജനലുകൾ 2 സൈഡിലുമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അളവ് 120 സെൻറ്റിമീറ്റർ വീതിയും 90 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് നമ്മൾ കിച്ചൺ വിൻഡോയ്ക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്ന പോലെ കിച്ചൺ സ്ലാബുകൾ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 15 ഇഞ്ച് 16 ഇഞ്ച് വരുന്ന വീതിക്ക് നമുക്ക് അവിടെ സ്കേർട്ടിങ് ഒട്ടിക്കുകയും അവിടെ നല്ല മനോഹരമാക്കുകയും അതിന് മുകളിലേക്ക് കബോർഡുകൾ കൊടുത്ത് ഭംഗിയാക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കിച്ചൺ വിൻഡോകളൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 പാളിയുടെ ഈ കിച്ചൺ വിൻഡോ ആണെങ്കിൽ ഏകദേശം 5 രൂപ മുതൽ 7 രൂപ വരെ വില വരാം. അപ്പോൾ അതിനകത്തുനിന്ന് വ്യത്യാസങ്ങളുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിന് ഉപയോഗിക്കുന്ന വീതി കണ്ടത്തിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ആ ഒരു വിലയിൽ വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ 3 പാളിയുടെ ആണെങ്കിൽ അതിന് 9 രൂപ മുതൽ 12 രൂപ വരെ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ അതിന്റെ വീതികാലത്തിന്റെ അനുസരിച്ച് വ്യത്യാസം വരും. അതുപോലെ നമ്മൾ അകത്തെ കട്ടിലുകൾ ഭാഗത്തെ ബെഡ്റൂമുകൾക്ക് അല്ലെങ്കിൽ കിച്ചണിലേക്കൊക്കെ വയ്ക്കുന്ന കട്ടിലുകളുണ്ട്. ആ കട്ടിലുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള കട്ടിലുകളാണ് നമ്മൾ അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ കട്ടിലുകൾ നമ്മൾ 5.3 കട്ടിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5.3 കട്ടിലേക്കാണെങ്കിൽ അതിന് ശരാശരി റേറ്റ് വരുമ്പോൾ 3 രൂപ മുതൽ 4 രൂപ വരെയുള്ള റേറ്റിലാണ് ഈ ഒരു കട്ടില നമുക്ക് പണി തീരുന്നത്. ഇതിന്റെ ബാക്കിലെ ഡോറുകളുണ്ട്.
അപ്പം എപ്പോഴും വീടിന്റെ പുറകുവശത്തേക്ക് വരുന്ന ഡോറുകളിലും മുൻവശത്തേക്ക് വയ്ക്കുന്ന കട്ടിലുകളും നമ്മൾ എപ്പോഴും ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ പടിയുള്ളതായിരിക്കും. കാരണം നമുക്ക് മറ്റേ ഇഴജന്തുക്കളൊന്നും അകത്തേക്ക് കയറി വരാണ്ടിരിക്കാനും വെള്ളമൊന്നും പുറത്തുനിന്ന് അകത്തേക്ക് കയറാണ്ടിരിക്കാനായിട്ടൊക്കെ എപ്പോഴും അടിപടിയുള്ളതായിരിക്കും നമ്മൾ എപ്പോഴും ഈ പുറത്തേക്ക് വയ്ക്കുക. ഇതാണെങ്കിൽ 3.5 രൂപ മുതൽ 5 രൂപ വരെ വില വരാം. ആ ഒരു കട്ടിലുകൾ പണി തീർന്നു വരുമ്പോൾ നമുക്ക് ശരാശരി വരുന്നൊരു വില എന്ന് പറയുന്നത് 3.5-നും 5-നും ഇടയ്ക്കായിരിക്കും. അതിനകത്തും അത് നമ്മൾ 5.3 തന്നെയാണ് നമ്മളിവിടെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു വീടിന് വേണ്ടി വരുന്ന ഫ്രണ്ട് കട്ടില്, ബാക്കി കട്ടില്, ഇടക്കട്ടിലുകളും ശരാശരി ഉപയോഗിക്കുന്ന ഫ്രഞ്ച് വിൻഡോസ് അല്ലെങ്കിൽ 3 പാളിയുടെ വിൻഡോസ് എന്നിവയ്ക്കൊക്കെ ആകെ എത്ര രൂപ ചിലവാകും, കട്ടിലുകളിൽ പണിയുമ്പോൾ എത്ര മാത്രം ബഡ്ജറ്റ് അതിന് വേണ്ടി മാറ്റി വയ്ക്കണമെന്നൊക്കെ ഉടമസ്ഥന് തന്നെ സ്വന്തം കണക്ക് കൂട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.